അല്ല മൊയ്തുക്ക, നിങ്ങൾക്കിപ്പോ ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി? അതിന്റെ മൊബൈലിൽ വന്ന ഞാൻ പ്രിന്റ് എടുത്ത്. ആ അതേ, നേരെ നിന്ന് നോക്കുമ്പോ ഉണ്ണിയുടെ അതേ ലുക്ക് ഉണ്ടെങ്കിലോ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കാൻ നേരത്തെ നമ്മുടെ കണാരേട്ടന്റെ മോനില്ലേ, അവൻ തന്നെയാണത്. ആ ചെക്കനാണെങ്കിൽ ചെറിയ നുള്ളിക്കളവ് ചെറുപ്പത്തിലുള്ളതാണ്. അല്ല, ഓൻ ഈ ഗൾഫിലും പോവാൻ നിൽക്കുമ്പോ അതിന് പൈസ കഴിഞ്ഞിട്ടുണ്ടാവൂല. പുതിയ പിള്ളേരുടെ പരിപാടി അതാണെന്ന്. കട്ടെടുത്തിട്ട് പോയി കളഞ്ഞാ പിന്നെ അവനെ എവിടെ ഇട്ട് പിടിക്കാനാണ്? ഓന്റെ പെരയിൽ ഇപ്പൊ നിലവിളിയാണ്. നിലവിളിച്ചിട്ട് എന്തായാലും ആ സ്വർണം കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു സോറി പറയണം, കേസ് ഒതുക്കാൻ പറ്റും. അപ്പൊ ഉണ്ണിപ്പൊ എങ്ങനെയാ? ഉണ്ണിയുടെ രസം അറിഞ്ഞില്ലേ? അവനെ പോലീസ് പൊക്കിയല്ല, അവൻ ശീതളന്റെ വീടിന്റെ അവിടെ തലേദിവസം കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞു കളിച്ച്. എന്തിനാണ് അറിയില്ലേ? നമ്മളെ പപ്പേട്ടന്റെ മോളായിട്ട് ഓന് ചെറിയ കൊളാബറേഷൻ ഉണ്ട്. അത് പറ. രാത്രി ഓളെ കാണാൻ പോണാ, അങ്ങനെ പെട്ടതാ. അപ്പൊ മറ്റേ സത്യേട്ട പോലീസിലുണ്ടായതാണല്ലോ, അപ്പൊ അവനെങ്ങനെങ്കിലും ഊരിപ്പോരും. അതിന്റെ ട്രിക്കലൊക്കെ ഉണ്ടാവും. കാലത്തിപ്പോ പെടാൻ പോണ കിണറേട്ടനെ വന്ന അവൻ പെടും. അവൻ തന്നെ എടുത്തേക്കണ രാഘവേട്ട, അവൻ തന്നെ എടുത്തേക്കണ. അല്ലെ പിന്നെ ഈ ഗൾഫിൽ പെട്ടെന്ന് പോകാൻ അവന്റെ എവിടുന്ന പൈസ? ഞാരിയേ, ഞാൻ ഈ ചിത്രത്തിലേക്ക് വല്ലാണ്ട് ഇങ്ങനെ നോക്കുമ്പോ അന്റെ ഒരു ചായ ഉണ്ടായിന്. നോക്കി കവളൊക്കെ നോക്ക്, ആ ചെവിട്ടില് രോമല്ലാന്ന് മാത്രമല്ല, വന്ന് നോക്കി. വെറുതെ മെനകെട്ട വർത്താനം പറയല്ലേട്ടോ കോയക്ക, കാണുന്നവരെ മുഴുവൻ പൊക്കി കൊണ്ടുപോയാണ്. ഞാനൊരു ചായ പറഞ്ഞാണ്. ഒരു ചായയില്ല, അത് പൊളിച്ചത്. അതവിടുന്ന് വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞിട്ടാക്കല്ലേട്ടാ. എന്റെ ചായ ഉണ്ടെന്നൊന്നും പറയല്ലേട്ടാ. എന്തൊരു ചൂടാവണം ഈ കെട്ടിയില്ലെങ്കില് അങ്ങനെ പറയാ. ചൂടാകണല്ല, ഇവിടെ പോലീസ് തേരാപ്പാര നടക്കണ, എന്നെ പിടിച്ചോണ്ടുപോയിട്ട് ആരും വരില്ലെന്ന് എനിക്കറിയാം. അത് ഞാനൊരു സംശയം പറഞ്ഞാണ്. ഞാൻ വീട്ടിൽ പോയിട്ട് വന്നാലോ? വെറുതെ പോയിട്ട് വരാം. എങ്ങോട്ട് പോണ്? അയ്യോ, പറഞ്ഞു വന്നിട്ട് കാര്യം ശരി, എനിക്ക് ഇത്തിരി ഇല്ലായ്മയുണ്ട്. ഞാൻ ഒരാളുടെ മുതല് കട്ടെടുക്കൂല. പറഞ്ഞില്ലല്ലോ. ഈ ശരിക്കും ആ ചിത്രത്തിൽ പോയി നോക്ക്. വെറുതെ ഇരിക്കോ? ഞാൻ നിർത്തി പോരെ. ആരാത്? പരിചയമുള്ളത് നടത്താണല്ലോ. നമ്മളെ നോക്കണ്ടല്ലോ ശരിക്കും. ആരാണ്? ഞാനാ. സുദ്യ. എന്താണ്? എന്ത് പറ്റി? അത് ഈ കഴിഞ്ഞ ദിവസം മറ്റേ രേഖാചിത്രം പുറത്തു വിട്ടില്ലേ പോലീസിന്റെ? കള്ളന്റെ. അപ്പൊ എന്റെ ഓള് പറഞ്ഞ എന്നെ പോലെ ഉണ്ട്. തോർത്ത് മാറ്റി ആളുകൾ അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ടേ ഞാൻ തലയെ കൂടി മുണ്ടിട്ടതാ. ഇങ്ങോട്ട് നോക്ക്, ഇത് കറക്റ്റ് സുതിയുണ്ടത്. എടാ, ഇത് കറക്റ്റ് ആണല്ലോ. നീ എവിടെ കൊണ്ടുപോയി വിറ്റത്? എന്തെന്ന്? സ്വർണം. എന്തെന്ന് നിങ്ങൾ പറഞ്ഞത്? ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഓളെ സ്വർണ്ണം വിറ്റിനേനു, ലോണിന്റെ പൈസ അടക്കാൻ വേണ്ടിട്ട്. അതാണ് ഉള്ളതിലും പ്രശ്നമായി. നിന്റെ ലോണിന്റെ പൈസ അടക്കാൻ എന്തിനാടാ ശീതളേട്ടന്റെ മരുമോളുടെ സ്വർണ്ണം കട്ടുവിറ്റത്? കട്ടിട്ടില്ല, ഞാൻ 2 ആഴ്ചയായിട്ട് നടുവൂക്കി പോയിട്ട് കിടപ്പില്ല. നീ മതലി ചാടിയാ പോയേക്കണ. വേണ്ട ഈ ഒരു പരിധി പുറത്തിറങ്ങി നടക്കല്ലോ. ഈ പെര പോയിക്കോ. ഇതിപ്പം വലിയ പോലീസ് പിടിക്കും. ഇവിടെ നിന്ന് ഞങ്ങളും കൂടി ഈ ചിത്രം നോക്ക്, അന്നെ മുന്നിൽ വെച്ച് വരച്ചമാരിണ്ട്. ഇത് എന്നെ പോലെ തന്നെ ഉണ്ടാ? ഇങ്ങോട്ട് നോക്ക്, ചെവിട്ടിലെ രോമം കണ്ടോ? പൊരിക്കം കണ്ടോ? ഈ മുടി നോക്ക്. എന്റെ സുധി, നീ ഇവിടെ കിടന്ന് തിരിയല്ലേ, ഞങ്ങളും കൂടി അകത്തു പോകും. നീ വീട്ടിലോട്ട് പോ. പെരക്ക് പോയിക്കോ. അല്ല, ചെവി വെട്ടിയാലോ? അല്ല, മുടി അത് വേണ്ട, അന്നേരം കൂടുതൽ സംശയിക്കായില്ലേ? അത് വേണ്ട. ഈ പോയിക്ക് പെര പോയിക്കോ. ഞങ്ങള് കണ്ടമാരിയായിരിക്കുമല്ലോ, വേറെ ആരും കണ്ട തച്ചു കൊന്നാളും തന്നെ. പെര നടക്കല്ലോ കേട്ടോ. ഒട്ടാകെ വിറക്കും നിനക്ക്. ഇവിടെ നിക്കണ്ട, നമുക്ക് മറക്കും. ഇവന് നല്ല വെപ്രാളം ഈ കഴിച്ചിലായിട്ടോ. ഇവൻ തട്ടിയിട്ടുണ്ട്. ഇവൻ 2.5 പവൻ വെച്ച് വിൽക്കുകയാണ്. നമ്പറാണത്. പോയവനും എടുത്തവനും ഒക്കെ ഇങ്ങാടാനല്ല പറഞ്ഞത്. അതെ, അതല്ലേ. എന്തായാലും ഈ കഴിച്ചിലായി. മഞ്ഞക്കാട് ചായ പോനാണ് ഇപ്പൊ. എനിക്ക് ഇപ്പഴാ ഒരു ആശ്വാസമായത്. ആകെ വെപ്രാളമായിട്ടിരിക്കുന്നു ഇവിടെ. അസ്സലാമു അലൈക്കും. സുലൈമാൻ പറയ്, ഇതവിടെ ഉണ്ട്, ബർബർഷാപ്പിന്റെ അടുത്തുണ്ട്. ആര്? സുക്കൂറിന്റെയോ? അല്ല, ഞാൻ അങ്ങോട്ട് വരാം. അതെ, ഇവിടെ സുലൈമാൻകല്ലേ ഇറച്ചിപ്പീടി നടത്തണേ? മൂപ്പരമാ സുക്കൂറുണ്ട് ദുബായിലുള്ള. ഓന്റെ ചായ ഉണ്ട് അത്ര രേഖാചിത്രത്തിന്. കാപ്പിയാണ്. ഞാൻ പോയണം. എന്തെങ്കിലും ആള് മാറി
ഓനെല്ലാം പേടി പിടിക്കും. നേരത്തെ ഉണ്ട് നമ്മള് നേരത്തെ ചായ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ അല്ല ചായ ഇല്ലായൊന്നും ഇല്ല കേട്ടോ. നിങ്ങള് ശരിക്കും നോക്കി മൊയ്തു ചായ അല്ല ചായ, അച്ഛൻ എന്നില്ല ചാ. അത് ഒക്കെ ഒന്ന് തന്നെ പറയുമ്പോ ഒക്കെ ചായ തന്നെ. സാർ നമ്മള് അല്ല സാർ രേഖാചിത്രം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഉവ്വ. അപ്പൊ അത് വെച്ചിട്ട് നമ്മള് എൻക്വയറി നടക്കുന്നുണ്ട്. അല്ല സാർ ഇല്ല ഇല്ല എത്രയും പെട്ടെന്ന്. ഓ സാർ ഇല്ല സാർ അത് മീഡിയാസ് വെറുതെ പറയണതാണ്. ഇല്ല ഓക്കെ സാർ. സാർ ഇല്ല സാർ വിത്തിൻ ഒരു 2 ഡേയ്സിനുള്ളിൽ എന്തായാലും പിടിക്കും. ഓ ഇല്ല സാർ ഇല്ല ഇല്ല ഞാൻ എല്ലാവരോടും പറയാം. ഓക്കെ സാർ. സാർ ഉദ്യോഗസ്ഥന്മാർക്ക് മേളിൽ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ. എടാ നായിന്റെ മോനെ, നീ കാരണം ബാക്കിയുള്ളവന്റെ സ്വസ്ഥത പോയേക്കണേ. ഒക്കുന്നില്ല ഞാൻ. സാറേ നമ്മൾ ഈ ടൗണിൽ ചെന്നിട്ട് ഈ രേഖാചിത്രം കാണിച്ചപ്പോഴേ പലരോടും ഇത് കണ്ടിട്ട് ആളെ അറിയോ എന്ന് ചോദിച്ചപ്പോ സാമ്യം ഇന്ന ആളായിട്ടുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞ ഒരാളെ ഞാൻ പിടിച്ചോടുന്നുണ്ട്. അതെ അപ്പൊ DSP സാറ് ചീത്ത വിളിച്ചിട്ട് വെച്ചേ ഉള്ളൂ പ്രതിയെ പിടിച്ചോന്ന് ചോദിച്ചിട്ട്. അതെ ഒരുമാതിരി സാമ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവൻ ചെയ്തിട്ടില്ലെങ്കിലും അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം വിളിക്കാൻ. കുറെ ആൾക്കാർ പറഞ്ഞ സ്ഥിതിക്ക് അവനെ സാധ്യത എനിക്ക് കണ്ണുള്ള ലക്ഷണം ഉണ്ട് മൊത്തം. ഇടാ ഇടുവന്നേ ഇയാള് മറ്റേ പത്രക്കാരനല്ലേ? നോക്കിയാ മീശയും പിന്നീനൊക്കെ കറക്റ്റല്ലേ? എനിക്ക് ഇയാൾ അന്നേ സംശയം ഉണ്ടായിരുന്നു. ഞാൻ ആ വീട്ടിൽ 5 ദിവസം ആളില്ല എന്ന് അറിയണോ ഇപ്പം മാത്രമാണ് അല്ലേ? അയാൾ എന്നോട് പറഞ്ഞു. സംസാരം വേണ്ട. ഈ സ്വർണ്ണം എവിടെ കൊണ്ടുപോയിട്ട്? എന്ത് സ്വർണ്ണ സാറേ? എന്ത് സ്വർണ്ണോ? ശീതളന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണം നീ എവിടെ കൊണ്ട് വിറ്റുന്ന? ഞാനാണ് പത്രം കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അവിടെ അയാൾ കുടുംബം ഇല്ല എന്നുള്ളത് നിനക്കറിയില്ലേ? അവര് പറഞ്ഞില്ലേ പത്രം ഉണ്ടാന്ന് പറഞ്ഞ ഞാൻ. അപ്പൊ അതുകൊണ്ട് നീ സുഖമായിട്ട് പോയിട്ട് ഒരു തടസ്സം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ബീഫും പൊറാട്ടൊക്കെ തിന്ന് മദ്യം കഴിച്ചിരുന്നു. മര്യാദയ്ക്ക് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞ നിന്നെ ഞാൻ രക്ഷിക്കും. ഞാനൊന്നും അറിയില്ല സാറേ. ഞാൻ പത്രം കൊടുക്കുന്നു ഒറ്റ അറിയില്ലേ? ഇല്ല. നീ എങ്ങനെയാണോ മതിൽ ചാടിയത്? ശീതളന്റെ അവിടുത്തെ മതിൽ നീ എങ്ങനെ ചാടി? മതിലും നിനക്ക് ചാടാനാവും. മതിലിൽ വല്ലതും കുറഞ്ഞിട്ടുണ്ടോ നോക്കണം അയാളെ ദേഹത്ത്. ഷർട്ടൊക്കെ ഊരേണ്ടി വരും സാറേ. കുറഞ്ഞ പാടുകളുണ്ടോ നോക്കാം മതിൽ ചാടി. ഇല്ല സാറേ ഞാൻ എനിക്ക് അപ്പോഴറിയാം നീ അവിടെ കറങ്ങി നടക്കണ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഞാൻ മതിൽ കയറാൻ പോയില്ല സാറേ. രക്ഷപ്പെടാന്ന് നീ വിചാരിക്കണ്ട. ഇത് കണ്ടോ പുരികം കണ്ടോ? നിന്റെ അതേ പുരികം. മീശ കണ്ടോ? അതേ മീശ. സത്യം പറ. ഇത് എന്നെക്കാളും പ്രായമില്ല ആളെ ഫോട്ടാണ് സാറേ. ഇത് എന്നുമായിട്ട് യാതൊരു സാമ്യവും ഇല്ല. ഇനി നോക്ക്. ഇയാള് ദുൽഖർ സൽമാൻ പ്രായമുണ്ടെന്ന് പറയാം. ചെവിക്ക് രോഗം ഉണ്ടായിന്. എനിക്ക് ചെവിക്ക് രോഗം ഉണ്ടാ. നമുക്ക് പറിച്ചളഞ്ഞാണോ ഷൈവ് ചെയ്താണ്? അതെ ഞാൻ ആ ശീതളിനെ വിളിച്ച് പറയാം. അയാൾ വന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യട്ടെ. അവിടെ ഇരുന്ന് മിസ്റ്റർ ശീതളൻ, ഇത് സ്റ്റേഷൻ SI ആണ്. നിങ്ങൾ ഒന്ന് സ്റ്റേഷൻ വരെ അത്യാവശ്യമായിട്ട് വരണം. ഒരു പ്രതിയെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. അടുത്തുണ്ടോ? എന്നാ പെട്ടെന്ന് പോരും. ശരി. അയാളിവിടെ അടുത്തിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോഷണം ഈ പ്രായത്തിലല്ലേ? ഇല്ല സാർ. ഈ പത്രം പോണ എത്ര വീട്ടിൽ നിന്ന് ഇത് സ്ഥിരം പണിയാണോ? സാർ രേഖാചിത്രമായിട്ട് സാമ്യമുള്ള ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട് സാർ. വിളിക്കും.
സാറേ എന്നെക്കാളും രൂപ സാധിച്ച് ഇവനാണ്. കൈതാത്തടാ എന്റെ മീശ ഒന്ന് കാണട്ടെ. സുധാ, അപ്പൊ ഇത് സംഘം ചേർന്നുള്ള മോഷണം? ഇല്ല സാറേ, ഞങ്ങള് മോഷ്ടിച്ചിട്ടില്ല. മോഷ്ടിച്ചോ ഇല്ലെന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചോളാം. മോഷ്ടിച്ചിട്ട് മോഷണം നടന്നതിന്റെ അടുത്ത് മാന്യമാരായിട്ട് നിൽക്കുക, സംശയം ഉണ്ടായിരിക്കും അല്ലേ? നീ പഠിച്ച കള്ളനല്ലടാ. സാറ് വെളുപ്പിന് 4 മണിക്കല്ലേ മോഷണം നടന്ന? അതെ. 2 കോടി രൂപ തരാന്ന് പറഞ്ഞാലോ ആ നേരത്തെ എണീറ്റ് ഞാൻ മതിലൊന്നും ചാടാൻ നിൽക്കൂല സാറേ. മതിൽ ചാടിയത് ഇയാള് അല്ലേ? അല്ല, മതില് ചാടാൻ നിൽക്കൂല. അപ്പൊ മതില് ചാടിയിട്ടുണ്ടെന്ന് അവൻ സമ്മതിച്ചു. ഇല്ല സാറേ, ഞങ്ങളെടുത്തല്ലേ. ഞങ്ങള് ശീതളന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം രണ്ടാളും കൂടെ എവിടെ കൊണ്ട് വിറ്റ്? എടുത്ത ഞങ്ങൾ സാറേ, ഞങ്ങൾ എടുത്തിട്ടില്ല സാറേ. സാമ്യമുള്ള ഒരാളാണ് കിട്ടിയിട്ടുണ്ട്. കൊണ്ടുവാ. സാമ്യമുള്ള ഒരാളാണ് കിട്ടിയിട്ടുണ്ട്. കൊണ്ടുവാ. സാറേ, ഇവനാണ് ശരിക്കും സുധാ, ശരിക്കും രേഖാചിത്രമായിട്ട് സ്വാമി കേളാട്ടാ. കണ്ടാ, കറക്റ്റ് അതുപോലത്തെ മീശ, ചെവിയിലെ പൂട, കണ്ടാ ഈ മുടി വരെ നെറ്റിരിക്കും കൊണ്ടിറങ്ങി നോക്കിയ. ഇത് ആരോടെ രേഖാചിത്രം ഉണ്ടാക്കിയത്? പുറത്തിറങ്ങി ആരോ നോക്കിയാലും ഇപ്പൊ ഇതുപോലെ തോന്നുന്നു. എടുത്തിട്ടുണ്ടെങ്കിൽ നീ സമ്മതിച്ചു. ഞങ്ങളെ കൂടി തല്ലുകൊള്ളിക്കല്ലേ സുധി? അങ്ങനെ എടുത്തിട്ട് കാര്യട്ടാ. ഇങ്ങോട്ട് നീക്കണം. ഇത് നല്ല വെള്ളമാണല്ലേ? ഇന്നെന്താ കൈ വിറക്കണേ? പേടിച്ചിട്ടാ. ഓ, ഈ സ്വർണം എവിടെ കൊണ്ടാ വിറ്റേ? തത്തമ്മ ജ്വല്ലറി. തത്തമ്മ ജ്വല്ലറി. 40 പവൻ സ്വർണ്ണം നീ അവിടെ കൊണ്ട് വെച്ചോടാ? ഇല്ല, ഞാൻ എന്റെ ഓളെ 2.5 പവന്റെ കമ്മല്. ആരെ? എന്റെ ഭാര്യയുടെ കമ്മല് വിറ്റതാ 2.5 പവൻ. അപ്പൊ ഈ 40 പവൻ സ്വർണ്ണം എവിടെ കൊണ്ട് വെച്ചേ? ഞാൻ എടുത്തിട്ടില്ല. കള്ളം പറയരുത്. ഞാൻ എടുത്തിട്ടില്ല സാറേ. ഞാൻ സത്യം പറഞ്ഞാൽ ഇല്ല. എനിക്ക് ഇരുട്ടായാല് എനിക്ക് ഒരു നോക്കും പേടിയാ. ഞാൻ പുറത്തിറങ്ങില്ല. സമ്മതിച്ചേര് സുധി. ഞാൻ എടുത്തിട്ടില്ല. ഓതാ, കാന്താരി മുളക് റെഡിയാക്കി വെക്കും, എന്നാലേ അവൻ സത്യം പറയും. ഞാൻ കട്ടിട്ടില്ല സാറേ, കട്ടിട്ടില്ല. അതിപ്പോ എല്ലാവരും കട്ടവര് കട്ടില്ല തന്നെ. സാർ ഇല്ല സാർ, ഏതാണ്ട് ഒരു 2-3 പേരെ കിട്ടിയിട്ടുണ്ട് സാർ, നമ്മുടെ രേഖാചിത്രമായിട്ട് സാമ്യമുള്ള. ഞങ്ങൾ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. സാർ ഇൻഫോം ചെയ്യാം സാർ. സാർ ഏമന എഴുന്നേക്കടാ. എന്താടാ അമ്മായിയപ്പന്റെ വീടാടാ ഇത്? ബെഞ്ച് കണ്ടാ ഇരുന്നു പോകും. അതുകൊണ്ടാണ്. ഞമ്മളെ അകത്തോണ്ട് പോയി കിടത്ത് കൊണ്ടുപോകും സാർ. നടക്കണേ. 3 പേര് പരിചയക്കാര് ഒത്തു ചേർന്നിട്ട് അങ്ങനെ നടക്കണം. ഇരിക്കണം. സാറേ, എന്റെ പേര് സത്യശീലൻ എന്നാണ്. സാർ എനിക്കറിയാം. സാർ എന്നെ മറന്നു. ക്യാമ്പിലുണ്ടായിരുന്നപ്പോ സാർ എന്നെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. ആണോ? അത് എന്റെ പരേഡ് ശരിയല്ലാന്ന് പറഞ്ഞിട്ട് ഒരു 50 റൗണ്ട് ഫ്രോക്ക് ജമ്പ് ചെയ്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മറക്കൂലായിരുന്നു. ഇപ്പൊ സാർ വന്ന കാര്യം? സാറേ, ഈ ശീതളൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് കുറെ സ്വർണം പോയല്ലോ. ഓ, അപ്പോ
അയാളുടെ രേഖാചിത്ര ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് പുറത്തു വിട്ടിട്ടുണ്ട്. ഓ എന്റെ സാറേ അതിന്റെ തലവേദനയില്ല. അതെ അതെ, പറയണ്ട. അപ്പോ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ആള് എനിക്ക് ഈ ഫോട്ടോ അയച്ചു തന്നു. അല്ല, അയാൾക്ക് ഇതുമായിട്ട് സാമ്യമുണ്ടോ? ഇല്ല, അയാൾക്ക് സാമ്യമില്ല. ഇത് എന്റെ മോന് ഇയാളുമായിട്ട് ചെറിയൊരു ഒരു ഒരു സാമ്യമുള്ളത് പോലെ എനിക്ക് തോന്നി. അപ്പോ ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതാണ്. ഇനി വഴിയിൽ എവിടെയെങ്കിലും വെച്ച് പോലീസുകാർ കണ്ടുപിടിച്ചോണ്ട് വരുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. അത് നല്ലതാ. സാറിന്റെ മോനാള് കുഴപ്പക്കാരനൊന്നും അല്ലല്ലോ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ആളെവിടെ? ആള് പുറത്തുണ്ട്. എന്താ പേര്? പേര് ഉണ്ണി. പിന്നെ വിളിക്കാം. അല്ലേ വേണ്ട, സാർ വിളിക്ക്, സാർ വിളിക്ക്, ഞാൻ വിളിക്കാം. ഉണ്ണേ, ഓ കരുവോ. ഉണ്ണി അതൊന്നും മാറ്റിക്കേ. ഉണ്ണി ഈ സംഭവം നടന്ന വീടിന്റെ അവിടെ പോയിരുന്നോ? പോയിരുന്നു സാറേ. ആഹാ. ഹലോ ചേട്ടാ, ഹലോ ചേട്ടാ, കുറെ നേരമായിട്ട് വന്നിരിക്കണം, എന്തെങ്കിലും ഒന്ന് എടുത്ത് തരണം. വേറെ പരിപാടികളാണ് പോയിട്ട്. സമയം എത്ര? 4 മണി. ശരിക്കും നോക്കിയേ. 3:58. 4 മണി ആയിട്ടില്ലോ? ഇല്ല. ആവട്ടെ. എന്ത് മോനെ, 4 മണിക്കല്ല ഡ്യൂട്ടി. അതിനുമ്പേ വിളിക്കാൻ പാടില്ല. എനിക്കൊരു ഉറക്കുണ്ട്, ഉച്ചർക്ക്. വീട്ടില് സ്ഥലമില്ലായിട്ടല്ല. എന്തിനു പറയുന്നത്? അറബീന്റെ അടുത്ത് ജ്വല്ലറിയിൽ പണിയുണ്ടായിനി. ഞാൻ പോയിട്ടാ. സ്വർണത്തിന്റെ മണം പിടിക്കൂല. വാട്ടർ അതോറിറ്റി പണി കിട്ടി. വെള്ളത്തിന്റെ മണം പിടിക്കൂല. എന്തിനു പറഞ്ഞു? വില്ലേജ് ഓഫീസിൽ പണി കിട്ടീനി. ഫയറിന്റെ മണം പിടിക്കൂല. വീട് സംഭവം ഉണ്ടല്ലോ, അരി, ചിമ്മിണി, ഗോതമ്പ്, പച്ചരി. എന്റെ മോനെ അതിൻ്റെ ഒന്നിച്ചൊരു മണമുണ്ട്. ആ കിടക്കുമ്പോ കിട്ടണം എനിക്ക്. അതുകൊണ്ടാണ് കേട്ടാ. എന്ന് എനിക്കൊണ്ട് അരി അതെ, കാറിന്റെ ബസ്സിന് ലോറിന്റെ ചില്ലല്ല, അതിന് ചെറിയ ചില്ല, മെല്ല. എന്താ പത്രോ ഇല്ല, വെള്ളക്കൈ കൊണ്ട് വരുന്ന തുഴക്കനും. ശരി, ആന്ധ്ര പേരില് മാറ്റിയിട്ടൊന്നും വന്നിട്ടില്ല. ഒറിജിനല്ലേ? ആധാരമായിട്ട് പേര് ലിങ്ക് ചെയ്തിനാ? അറിയില്ല. അതൊന്നും അറിയില്ല. ഒന്ന് ചെയ്തിട്ടാ മോനെ, അതൊന്നും കിട്ടാത്ത കേട്ടാ. പോയിട്ട് വാ, പോയിട്ട് അടക്കേ പോയിട്ട് ഇത് ആദ്യം ലിങ്ക് ചെയ്തിട്ടെല്ലാം വന്നാൽ സാധനം കിട്ടും കേട്ടാ. പോ, ഒരു പണി എടുക്കൂല. അപ്പൊ വീട്ടിൽ നിന്ന് പറഞ്ഞേച്ച് റേഷൻ കടയില്. വെച്ചോടാ കൈ. ഇതെല്ലാം ഞാൻ വെക്കണം. ഞാൻ വെച്ചാ കിട്ടൂല. സാധനങ്ങളൊന്നും എടുത്തു തന്നിട്ട് പോണം ചേട്ടാ. ചേരുടോ സാധനം നിൽക്ക്. ആ മുണ്ടൊന്ന് അയച്ചിടോ. മൊലാളിയല്ല ഞാൻ. എങ്ങോട്ടൊക്കെ ഇറങ്ങി, വണ്ടി ഇറങ്ങി. എങ്ങോട്ടാ കയറുന്നത്? പോട്ടെ. അപ്പൊ റേഷൻ പിടി ആരാ നോക്കുക? അല്ല, അവര് പണിക്കാരുണ്ടല്ലോ അവിടെ. ഏത് പണിക്കാർ? സാധനം മേടിക്കാൻ വന്നവര്. സാധനം മേടിക്കാൻ വന്നവരാ റേഷൻ പിടി നോക്കല്? തൽക്കാലം നോക്കൂ. നമുക്ക് അന്നെ കൊണ്ട് വല്ലാത്ത ഇടങ്ങറന്നിട്ട് അമ്മേ. ഞാനേ അന്നെ വിളിപ്പിച്ചൊരു കാര്യം പറയാനാ. അങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അപ്പുറത്ത് വാ. ഇതിലേ പാടാ. അതെ, ഞാനൊന്ന് സപ്ലൈ ഓഫീസ് വരെ പോവാ. അയ്യോ, അരിച്ചാക്ക മറിച്ചിട്ട് സപ്ലൈസ് അറിഞ്ഞ ആള് കേൾക്കണ്ട. അറിഞ്ഞിട്ടില്ല. വല്ലാത്ത കഥയാണല്ലോ. പിന്നെ നമുക്ക് അതിന്റെ ഉള്ളൊന്ന് വൃത്തിയാക്കണം. അത് ശരി, അതിന്റെ ഒരു മണമുണ്ട്. അതെല്ലാം പെയിന്റ് അടിച്ച പെയിന്റിന്റെ മണം വരും. അരി, പഞ്ചസാര. അതല്ല പറയണത്. ആ മാറാമ്പലൊക്കെ ഒന്ന് തട്ടിയിട്ട് ഒന്ന് വൃത്തിയാക്കേണ്ട കാര്യം ഉണ്ട്. എന്ത് കാര്യം? എന്താ അറിയോ?
ഇവിടെ റേഷൻ പീടിയേ കേസ് സ്റ്റോർ ആവാൻ പോവാ. അയ്യോ അപ്പൊ അരിയും പഞ്ചസാരയും ചായപ്പൊടിയും വെച്ച് വാങ്ങാൻ ഒന്നും വിൽക്കാൻ പറ്റില്ലേ? അതല്ലടാ, ഈ കേസ് സ്റ്റോർ എന്ന് വെച്ചാൽ എന്താ വിചാരിച്ചു? പറഞ്ഞുതരാ. ഇപ്പൊ നമ്മള് റേഷൻ കടയിൽ കൂടെ ഗോതമ്പും അരിയും മണ്ണെണ്ണയും ഒക്കെ അല്ലേ വിൽക്കണത്. ഇനി അത് മാത്രല്ല, ഫുള്ള് പലവ്യഞ്ജനങ്ങള്, പിന്നെ മിൽമേന്റെ കംപ്ലീറ്റ് ഉൽപ്പന്നങ്ങള്. നമുക്ക് സാധനവും വെക്കാം. ഒറ്റ ബീക്കാൻ ചെറുതാ. ഇതിന്റെ മുതലാളി ആരാന്നറിയാം? സുറത്തല്ലേ? എന്റെ മയ്യത്തെടുത്തോളൂ. അപ്പൊ അത് വേണ്ട. വേഷമൊക്കെ ഒന്ന് മാറേണ്ടി വരും എന്റെ. ഈ കുപ്പായൊന്നും പറ്റൂല. ഒരു മിനി സൂപ്പർ മാർക്കറ്റ് സൂപ്പർ ആക്കാം. അപ്പൊ ഞാൻ സപ്ലൈ ഓഫീസിൽ പോയിട്ട് അതിന്റെ കാര്യം അന്വേഷിക്കാം. നമ്മളെ പഞ്ചായത്തിലെ ഈ കേസ് സ്റ്റോർ നടത്തുന്ന നമ്മളെ വയ്ക്കും. വേറെ ഒരാൾക്കും നമ്മൾ വിട്ടുകൊടുക്കും. വൈകുന്നേരം ചാക്കടക്ക ലക്ഷ്മണന് ഒരു ചാക്ക് പച്ചരി വിൽക്കാൻ പറഞ്ഞു. മെല്ലെ ലക്ഷ്മണൻ വരുമ്പോ അത് കൊടുത്തോ. പിന്നെ അതിന്റെ പൈസ ബൽപ്പിൽ ഇടരുത്, എന്റെ പോക്കറ്റിൽ ഇടാവും. നന്നായി. ചെറിയൊരു ആവശ്യമുണ്ട്. ആർക്ക്? എനിക്കുണ്ട്. ഞാൻ വരും വൈകുന്നേരം കേട്ടോ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഞാൻ കൂടി ചെല്ലേ ആളുടെ അവിടെ പോയിക്കോ. ഇത് ആരോടും വിളിച്ച് പറയാൻ നിൽക്കണ്ട. എല്ലാരും അറിയും. അത് വേണ്ട. പോയിക്കോ. അതെ അതെ, പോയിക്കോ. വിശ്വസിക്കാൻ പറ്റും. അതാണ് സംഭവം പറഞ്ഞാ നമ്മളെ കേസ് സ്റ്റോർ ആക്കാൻ പോകും. നമ്മളെ പോയി മനസ്സിലായ കേസ് സ്റ്റോർ പറഞ്ഞാലേ എന്തെല്ലോ സാധനം പണി. ഇപ്പൊ അരി പഞ്ചസാര ഗോതമ്പല്ല വേറെ എന്തൊക്കെ വേണ എന്ത് സാധനം നമ്മൾ വെക്കും. അതാണ് ഈ സാധനം കേസ് സ്റ്റോർ പറഞ്ഞാല്. കേസ് സ്റ്റോർ പറഞ്ഞാൽ പഠിക്കണം കൊട്ടാ സാധനം കൊണ്ട. അപ്പൊ ശരി, പൊളിച്ചോ ടൂറ് പൊളിച്ചോ. മറ്റേ അശോകന്റെ അടുത്തൂടെ പറഞ്ഞാലോ ഞാൻ അന്വേഷിച്ചത്. പിന്നെ ആരും കാണാതെ ശ്രീലക്ഷ്മിയെ ഞാൻ അന്വേഷിച്ചതെന്ന് പറ. ഞാൻ വിളിക്കാം. ശരി ഓക്കെ. നമസ്കാരം സാർ. സാറേ, ഇവിടെ ഇരിക്കുന്നവരൊക്കെയോ? അവിടെ ആരും ഇരിക്കുന്നു? അല്ല, ആരും ഇരിക്കുന്നില്ല. പിന്നെ ഇരിക്കുന്നവരെന്ന് പറഞ്ഞാൽ അല്ല, അവിടെ ഇരിക്കുന്ന ആളുകൾ എവിടെ പോയി ചോദിക്കുകയാണേ. എന്ന് എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആളെന്ന് കാണേണ്ടിയിരുന്നു. ഇവിടെ ഇരിക്കുന്ന ആളിനെ കാണണോ? ഇന്ന് പോയാ ഊട്ടിയിലിട്ട് പിടിക്കാം, നാളെ ആണെങ്കിൽ മൈസൂരിട്ട് പിടിക്കാം. ഇന്ന് ഊട്ടിയിൽ നിന്ന് നേരെ മൈസൂർ പോകും. ടൂർ പോയതാ? ശരിയാ. അല്ല, എനിക്ക് സാറിനെ കണ്ടാലും മതി. ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്ന സാറേ. എന്ത് സാറേ, ഇപ്പൊ ഈ റേഷൻ കട കേസ് സ്റ്റോർ ആക്കി മാറ്റുന്നുണ്ടല്ലോ. ഞാൻ റേഷൻ കട നടത്തുന്ന ആളാ. റേഷൻ കട മുതലാളി? ഞാനല്ല, മുതലാളി ഭാര്യയാണ്. ഞാനാണ് നടത്തുന്നത്. ഇതിപ്പോ നമ്മുടെ നാട്ടില് വനിത മെമ്പർമാരാണ് ജയിക്കണമെങ്കിലും പിടിവള്ളി മുഴുവനും കെട്ടിയമാരുടെ കയ്യിലാ. അതുപോലെ അത്രേ ഉള്ളൂ സംഭവം അല്ലേ? അപ്പൊ റേഷൻ കട മുതലാളി എന്നാ നിങ്ങള്? അപ്പൊ എന്താണ് കേസ് സ്റ്റോർ ആകുമ്പോഴേ എന്തൊക്കെയാ ചെയ്യേണ്ടത്? കേസ് സ്റ്റോർ ഇവിടെ റേഷൻ കട വാർത്തിട്ടുണ്ടോ? വാർപ്പെന്ന് വെച്ചാൽ വാർപ്പാണ്, പഴയ വാർപ്പാണ്. കോൺക്രീറ്റ് ആണോ? കോൺക്രീറ്റ് കുറച്ച് ഭാഗമൊക്കെ കോൺക്രീറ്റാ. അത് പറ്റൂല. എങ്ങനെയാ അത്? എത്ര മുറിയുണ്ട്? ഇതിപ്പോ ഒരൊറ്റ മുറിയാണ്. മുറുക്കാക്കടയാ? പെട്ടിക്കടയാ? അതല്ല, കേസ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്തെന്നാ വിചാരിച്ചിരിക്കണേ? ഭയങ്കര സംഭവമാണ്. സൗകര്യം വേണം അല്ലേ? ഒരു 3-4 മുറി വേണം. 3-4 മുറി എന്ന് പറഞ്ഞാൽ വിശാലമായ 3-4 മുറികൾ വേണം. ഈ കേസ് സ്റ്റോറിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടാവുള്ളതെന്ന് അറിയോ? ഇപ്പൊ റേഷൻ കടയിലുള്ള സാധനത്തിന് പുറമെ പല വ്യഞ്ജനങ്ങളും പിന്നെ അത് പിന്നെ വീണ്ടും റേഷൻ കടയിലേക്ക് ഒന്ന് തരം താഴ്ത്തുകയല്ലേ ചെയ്യണം. അതല്ല, വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. മിനി ATM, മിനി ഗ്യാസ് വിതരണ സെന്റർ, പിന്നെ ഈ മാവലി സ്റ്റോറിലും സപ്ലൈ ഓഫീസിൽ സപ്ലൈകോയുടെ സ്റ്റോറുകളിലൊക്കെ ഉള്ള ഒരുപാട് സാധനങ്ങൾ. ഈ സാധനങ്ങളെല്ലാം കൊണ്ട് ഇങ്ങനെ അങ്ങ് വിഭവ സമൃദ്ധമായിട്ടൊരു ഭയങ്കര സംഭവമില്ലേ? ഒരു മിനി സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. അത് തന്നെ അങ്ങനെ വരും. അപ്പൊ സാർ ഇപ്പൊ പറഞ്ഞില്ലേ ഈ ബിൽഡിംഗ് കുറച്ചുകൂടി നന്നാക്കണം. 3 അതിന് പൈസ എന്തെങ്കിലും കിട്ടുമോ? ഞാൻ തരണോ പൈസ? അല്ല, സർക്കാരിന് അത് സഹായമുണ്ട്. 2 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോൺ കിട്ടും, വെറും 5% പലിശയ്ക്ക്. 2 ലക്ഷം കിട്ടും? പിന്നെ സാറേ, എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് കേസ് സ്റ്റോർ ആക്കണമെന്നുണ്ടേ. ഈ 2 ലക്ഷം എന്നുള്ള 3 ലക്ഷം കിട്ടാൻ വല്ല വഴിയുണ്ടോ? 4 കിട്ടും. ആണോ? വേറെ ഏതെങ്കിലും ഒരു റേഷൻ കടക്കാരനെ കൂടെ കൂട്ടുപിടിക്കാം. അതുകൊണ്ട് 2 കൂടെ അപേക്ഷിക്കാം. അപ്പൊ 4 ലക്ഷം കിട്ടും. വേണ്ട, 2.5 മതി. അത് മതി, അത് നിങ്ങളുടെ സൗകര്യം. അപ്പൊ ഇതൊക്കെ ആക്കി സെറ്റപ്പ് ആക്ക്. അടിപൊളി സംഭവമാണ്. അല്ല സാർ, ഞാൻ ചോദിക്കണതേ, ഇപ്പൊ എന്റെ ഒറ്റമുറിയാണല്ലോ, അത് ഞാനൊന്ന് വിപുലീകരിച്ച്. അത് പോരാ. നിങ്ങൾ ഇനി എങ്ങനെ വിപുലീകരിച്ചാലും ഇവിടുന്ന് ഒരു സാറ് വരും. ആ സാറ് വന്ന് കണ്ട് സാറിന് തൃപ്തിയായി കഴിഞ്ഞ് സാറ് ഒപ്പിടണം. എന്നാലേ പരിപാടി നടക്കൂ. സാർ എങ്ങനെയാണ്? സാറ് വല്ല അടിച്ചിട്ട് ഇച്ചിരി പൊക്കമൊക്കെ ഉണ്ടോ? 1 6 അടി. അല്ല, അതല്ല, കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താ ഇതാ അത് ഇല്ല. എന്നെ പോലെ അല്ല, അല്ല, നമ്മളൊക്കെ ഒരു ന്യായമുണ്ട്. പുള്ളി അങ്ങനെയൊന്നുമല്ല. കാര്യമായിട്ട് കാണണം.
അപ്പൊ ഞാൻ ശരിയായിക്കോ, നമുക്ക് ശരിയാക്കാം. ഞാൻ സംസാരിക്കാം സാറിന്റെ അടുത്ത് കേട്ടാ. എന്നാ ശരി. എന്താ പേര്? പേര് മൊയ്തു. മൊയ്തു. ഭാര്യന്റെ പേര്? സൂറ. സൂറ. ശരി, റേഷൻകട മുതലാളി. രാഘവട്ടെ ഇല്ല, ഞാൻ കുറെ നേരം വന്നിട്ട് സാധനം ആളില്ല, കട തുറന്നിട്ട് ഇവിടെ പോയി. എങ്ങടെ പോയിന്ന് പറഞ്ഞ? ഓ, ഒന്നും പറഞ്ഞില്ല, ആളില്ലായിരുന്നു ഞാൻ വന്നപ്പോ. ആളില്ല. എവിടെ പോയെന്ന് അറിയില്ലേ? അതെ. ആ, രാഘവട്ടം വന്നാലേ ഞാൻ പോയിന്ന് പറഞ്ഞേക്ക്. പോയെന്ന് പറയാം. എന്നൊന്ന് കാണണമെന്ന് പറഞ്ഞേക്ക്. ആ, കാണണമെന്ന് പറയാം. വേറെ എന്തെങ്കിലും പറയണോ? വേണ്ട, ഞാൻ പറഞ്ഞോ. ആ രാഘവട്ടോ, ഇതാണ് രാഘവേട്ടൻ. രാഘവട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു. ഞാനും കണ്ടില്ലേ, ഞാൻ അതിന്റെ ഉള്ളിലായിരുന്നു അല്ലേ. അപ്പൊ ഞാൻ കൊണ്ട് പിന്നെ വരാം. സാധനം വാങ്ങട്ടെ. ആയിക്കോട്ടെ. അല്ല വിനയല്ലേ, എന്തിനു സുഖമാണ് ഈ കടയൊക്കെ നിർത്തിയിട്ട് വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോകൂടെ? എന്താണ് എന്റെ രാഘവേട്ടൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ കഴിഞ്ഞ മാസം കഴിഞ്ഞത് ഈ കട പൂട്ടിയിട്ട് എനിക്ക് ഒഴിഞ്ഞു തരണം എന്ന്. പിന്നെ എന്തിച്ചിട്ട് ഈ കടയിലിരിക്കണേ നിങ്ങള്? എനിക്ക് ഞാൻ ഒരു വഴിയില്ലാതുകൊണ്ടാണ് ഇപ്പൊ തരാത്തത്. ഇപ്പൊ എത്ര മാസം വാടക തരാണ്ട് തരാം? ഇത് ഓരോ ദിവസം ഞാൻ വരുമ്പോ എത്ര ദിവസം നിങ്ങൾ ഒളിച്ചു കളിക്കും? ഒളിച്ചു കളിച്ചല്ല, ഞാൻ അപ്പുറത്തുണ്ടായിനി. എന്റെ അപ്പുറത്തുണ്ടായിരുന്നു. ഇപ്പൊ എത്ര മാസം വാടക തരണ്ട്? ഇനി വാടക തരാണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. എന്തിനു ഞാൻ തരുമല്ലോ എന്ന്. ഇനി വേണ്ടെന്നേ, വെറുതെ ചാർലി ചാപ്ലിന്റെ മീശ വെച്ചിട്ട് തമാശ കാണിച്ചു നടന്ന ഞാൻ അങ്ങോട്ട് വീഴുന്നായിരുത്തി. ഞാൻ ഹിറ്ററെ ഉദ്ദേശിച്ചത്. ഓഹോ, ആ അതെ, ഒരു ഒത്തുതീർപ്പിനും വരണ്ട. 2 മാസത്തെ വാടക തരാൻ പറ്റുമെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. 2 മാസത്തേക്ക് പോരാ, 3 മാസത്തേക്ക് വേണം. 3 മാസത്തേക്ക് വേണം. ആ, 1 മാസത്തെ കൂടുതലായിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അല്ല, നിങ്ങൾ ആരെ കാര്യം പറയണേ? കണ്ട, 2 മാസത്തെ വാടക തരാണ്ട് കടമുറി ഒഴിയാൻ പറഞ്ഞിട്ട് കേൾക്കാണ്ടതാ ചാർലി ചാപ്ലിന്റെ മ്യൂസിക് വെച്ച് ചിരിപ്പിച്ചോണ്ടിരിക്കാൻ മനുഷ്യന്. ഞാൻ ഇപ്പൊ പറഞ്ഞെന്താ അറിയോ, എനിക്കൊരു 3 മാസത്തേക്ക് നിങ്ങളെ റൂമൊന്ന് വാടക കിട്ടും. അല്ല എന്റെ റേഷൻ കടക്കാരാ, റേഷൻ കടകളൊക്കെ ഇനി എന്തിനാ വേറെ? ഈ റേഷൻ കടക്കാരാന്നുള്ള വിളിയൊക്കെ മാറും കേട്ടോ. കേശവർ മുതലാളിന്നൊക്കെ വിളിക്കേണ്ട ഒരു അപ്പൊ വിവരം അറിഞ്ഞില്ല. ഞാനേ എന്റെ റേഷൻ വീടില്ലേ, അതൊന്ന് പുതുക്കി പണിയണം. അതാ പുതുക്കി പണിയണ ഒരു 3 മാസത്തേക്ക് എനിക്കൊന്നും ഇങ്ങോട്ട് മാറണം. ഒരു 3 മാസത്തേക്ക്. 3 മാസത്തേക്കാ? 3 മാസത്തേക്ക്. 11 മാസത്തെ അഗ്രിമെന്റ് എഴുതിട്ട് വരും. അത് മതി. ഓ, പിന്നെ ഒരു 30,000 റുപ്യ അഡ്വാൻസ് തരേണ്ടി വരും. പിന്നെ ദിവസം 300 റുപ്യ വെച്ചിട്ട് 9,000 റുപ്യ വാടക. 30,000 റുപ്യ അഡ്വാൻസ്, 9,000 റുപ്യ മാസം വാടക. എന്ത് തങ്ങൾ ആരോടാ കളി പറയണേ? ഒരു റേഷൻ പീടിയാണ് ഞാൻ നടത്തുന്നത്, അറിയോ നിങ്ങൾക്ക്? അങ്ങനെ പണി 15,000 റുപ്യ ഞാൻ തരും അഡ്വാൻസ് ആയിട്ട്, 3,000 റുപ്യ വാടക. അതെ, ഞാൻ തരാ പറഞ്ഞല്ലോ. 30,000 റുപ്യ അഡ്വാൻസ്, മാസം 9,000 റുപ്യ വാടക. പറ്റെങ്കിൽ പോന്നോ, അപ്പൊ എഴുതാൻ പറ്റും അഗ്രിമെന്റ്. എന്താണ് സുഹൃത്തേട്ടങ്ങൾ ഇങ്ങനെ കണ്ണു ചോരലാണ്ട് പെരുമാറില്ലേ? ഇത്തിരി കൂടി മയപരമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്റെ മൊയ്ത്, നീ ഇങ്ങനെ പിച്ചക്കണക്ക് പറയല്ലേ? നിന്റെ റേഷൻ കട ആരാ വരില്ല? നമ്മുടെ പെണ്ണുങ്ങളെ പേരിൽ. ഈ പെണ്ണുങ്ങളെ ആരാ? കണ്ണത്താ ദൂരത്ത് സ്വത്തും സ്ഥലവും കടന്നിട്ട് കാശിന്റെ മുകളിൽ കടന്നുറങ്ങണ കോയക്കാന്റെ മകളെ നീ കെട്ടിയേക്കണ്. ആ മോളുടെ പേരിലല്ലേ റേഷൻ കട അല്ലേ? ആ ബിൽഡിംഗ് ഒന്ന് പുതുക്കി പണി കണക്കാന്റെ അമ്മായച്ചനോട് കാശ് വെച്ചാ കുളിക്കോ? കാക്ഷത്ത് കാശും വെച്ചിട്ട് തെണ്ട നടക്കാത്ത കൈ കയറി കാണാം. അപ്പൊ അങ്ങനെയാണ് സംസാരിച്ചിട്ട് എപ്പോഴാ എഴുതാ? ആയിക്കോട്ടെ. നിങ്ങളിത് എവിടേക്കാ പോണം? അവിടെ നിൽക്ക്. എന്താ തീരുമാനം? രാത്രി 8 മണിക്ക് ഒന്നല്ലെങ്കിൽ ചാവി അല്ലെങ്കിൽ കാശ്. ഹിറ്റ്ലറുടെ മീശ വെച്ച് ഇറങ്ങിയിരിക്കുക ചാർലി ചാപ്ലിൻ. ഇതെല്ലാം കൂടി ചെലവ് കൂടി വരാണല്ലോ. ഇപ്പൊ കൈമലൊന്നും നിൽക്കൂല്ലോ റബ്ബേ. എന്താ കണക്കൂട്ട? പിന്നെ കണക്കൂട്ടാണ്ട പറ്റുമോ? ഇത് എപ്പോഴെപ്പോഴും കണക്കൂട്ടിയ കണക്ക് മാറുന്നില്ല. കണക്കൂട്ടിട്ട് എനിക്കെല്ലാം കൂടി പിരാന്താവുണ്ട് സൂറ. നിങ്ങൾ എന്തിനാണ് ഇത്ര പേർക്ക് കണക്ക് കൂട്ടണ്? ഇജ്ജ് എന്താ പറയണത്? 2 ലക്ഷം ഉറുപ്പ്യാണ് അവിടെ നമുക്ക് കിട്ടുക. ഈ 2 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെന്ന് പണി തീരില്ല സൂറ.
ഇപ്പൊ തന്നെ നോക്ക്, പൂയും സിമന്റും ടൈൽസും കമ്പിയും മേടിച്ചപ്പോ 41,000 റുപ്യ ബില്ല്. ആ മൊയ്തു, ആ സാറേ, അസ്സലാമു അലൈക്കും. വരി. നല്ല ആളാണല്ലേ, വിളിച്ച ഫോൺ എടുക്കാൻ പാടില്ലേ? ഫോണ് ഞാൻ സൈലന്റ് ആക്കി പോയി, അതുകൊണ്ട് കേട്ടില്ല. വിളിച്ചേ എടുക്കൂല, വീട്ടിൽ വരുമ്പോ വരി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതെ, പൈസ കിട്ടണോ എനിക്ക്? കിട്ടണോ? വർക്ക് പകുതിയായി നിൽക്കുകയാണ്. ആ പൈസ തരൂ, അതിന് അവിടുന്ന് മറ്റേ ഗഡ് കിട്ടണ്ടേ? അപ്പൊ കയ്യില് പൈസ ഇല്ലേ? കയ്യിലിപ്പ ഇല്ല. എന്തിനാണ് മൊയ്തു കയ്യില് പൈസ ഇല്ല യുവാക്കൊക്കെ നിക്കണ ആളടങ്ങേറാക്കാൻ വേണ്ടിട്ട്? സാറ് ടെൻഷൻ അടിക്കില്ലേ, എന്തായാലും ശനിയാഴ്ച പൈസ എത്തിക്കും. എനിക്കെന്ത് ടെൻഷൻ? പൈസ എന്നില്ലെങ്കിൽ ഞാൻ പണി അവിടെ നിർത്തും. അതോ, അത് ചെയ്യരുത് സാറേ. കാരണം എന്റെ സൂര്യന്റെ സ്വപ്നമാണ് ആ കെ സ്റ്റോർ. കെ സ്റ്റോർ എന്ന് പറഞ്ഞ് പെരക്കാത്ത് കയറിയിരുന്നത് നടക്കൊന്നുമില്ല. നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് പേര് ഇതിനു വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്, ആർക്കും നടന്നല്ല. നിങ്ങളെ ആ DS ഓഫീസിൽ പോയി എന്നിട്ട് അന്വേഷിക്കും. അല്ലാതെ ഗഡു കിട്ടുമെന്നും പറഞ്ഞിരുന്ന പൈസ കിട്ടാനൊന്നും പോണില്ല. കണ്ട, ഞാൻ മൂപ്പരോട് എത്ര വട്ടം പറഞ്ഞെന്നറിയോ, ഇവിടെ അങ്ങനെ കുത്തിയിരിക്കല്, ആ സപ്ലൈ ഓഫീസിലൊക്കെ പോയി അന്വേഷിക്കാൻ. അപ്പൊ ശനിയാഴ്ച പൈസ തരണേ? ഓക്കെ, ശരിയെന്നാ. വിളിച്ചാ ഫോൺ എടുക്കട്ടാ. അപ്പൊ അവിടെ ഇരിക്കും കേട്ടോ. അതെ, പറഞ്ഞോക്ക് ഓർമ്മ ഉണ്ടല്ലോ, എന്ത് അഭിനയിച്ചോളണം നന്നായിട്ട്, അതൊക്കെയറിയാം. എന്നാലേ കഴിയിട്ടുള്ളൂ. അന്യന്റെ മുതല് വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് അത്ര ശരിയല്ല. ഇത്തിക്കണ്ണി പോലെ ജീവിക്കുകയും കിട്ടുന്നിടം വീണ്ടും വീണ്ടും കുഴിക്കുകയും ചെയ്യുന്നത് മാന്യതയല്ല, മന്ത്രി കൂട്ടിച്ചേർത്തു. അത് ശരി തന്നെ. അസ്സലാമലൈക്കും പാപ്പ. ധാരപ്പത്. വലൈക്കും സലാം. ഇരിക്കെ കുത്തിരിക്കെ. എന്താ ചൂട് പാപ്പ, ബസ്സിലൊന്നും വന്നൂടട്ടോ. ബസ്സിലൊക്കെ കേറാനേ വയ്യ, ഒരു കാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. മഴക്കാറോ? നല്ലൊരു വണ്ടി. അതിന് കായൊക്കെ കൊടുക്കണേ. തേങ്ങയൊക്കെ വലിച്ചിക്കണല്ലോ പാപ്പാല്ലേ? വരണവര് വലിക്കന്നെ. പാപ്പക്ക് സുഖം തന്നെയല്ലേ അല്ലേ? എന്താ എന്നെ കാണുമ്പോ അസുഖമായിട്ട് തോന്നുന്നുണ്ടോ? എന്തപ്പ പോന്ന്? അത് പാപ്പ, ഇവിടെ റേഷൻ കടല്ലേ? അത് കൂട്ടിയോ? എന്തുത്താ വർത്താനാ പാപ്പ പറയുന്നത്? അല്ല, റേഷൻ കട പലതും ഇങ്ങനെ പൂട്ടുകയാണെന്നൊക്കെ പത്രത്തിലുണ്ട്. ഇപ്പൊ നിങ്ങളുടെ പൂട്ടില്ല എന്നുള്ളത് ഇപ്പൊ ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചാ. പൂട്ടില്ല ഇല്ല അല്ലേ? അതൊന്ന് വിപുലീകരിക്കേണ്ട ഒരു പരിപാടിയില്ല. ഉപ്പ കേട്ടോ, മറ്റേ കെ സ്റ്റോർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇതൊന്നും ഇപ്പൊ എന്നോട് പറയണ്ടല്ലോ, ഞാന് നടത്തിയിരുന്ന കടല്ലത്. ഇപ്പൊ കെ സ്റ്റോറും കേരളയിലൊക്കെ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ. അപ്പൊ ഞാന് പാപ്പാ, നമ്മളെ സുഗതല്ലേ, സുഗതന്റെ ഒരു പീഡിയമുറി ചോദിച്ചു. എന്തിനപ്പോ ഇതൊക്കെ എന്നോട് പറയണേ? അല്ല അതല്ല പാപ്പ, ഞങ്ങള് പറയണ്ടല്ലോ. 3 മാസത്തേക്ക് ഇപ്പൊ തൽക്കാലം സുഗതന്റെ പീഡിയമുറിയിലേക്ക് പോണല്ലോ. അപ്പൊ അവിടെ കൊടുക്കാനുള്ള 30,000 റുപ്യ വാടകയുണ്ടല്ലോ. അതൊന്ന് വാപ്പ തന്നെ സഹായിക്കണം. എവിടുന്ന് എടുത്തിട്ട്? അല്ല പാപ്പ, ഇപ്പൊ സംഗതിയൊക്കെ നിങ്ങള് വരുമ്പോ എന്റെ സംഗതിയൊക്കെ മനസ്സിലായി. നിങ്ങളേ ഒരു കാര്യം ചെയ്ത് ഇപ്പൊ അത് ചോദിക്കാനാണ് ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നേക്കണ വെച്ച്. ഇപ്പൊ അതിന് നിങ്ങൾ ഇവിടെ കുത്തിരിക്കണ്ട. എന്റെ നയാ പൈസ ഇല്ല. എന്റെ അടുത്താണ് പാപ്പ, ഇത് ആരെങ്കിലും പറഞ്ഞ വിശ്വസിക്കില്ല. എന്റെ ഒരു തേങ്ങ ഇല്ല. അല്ല, തേങ്ങ ഉണ്ട്, ഇത് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോണി. അല്ലാണ്ട് എന്റെ നയാ പൈസ ഇല്ല. ഞാൻ സത്യാണ് പറയണത്, അത് മനസ്സിലാക്കി. തുടങ്ങി കരച്ചില്. എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരൂല. എന്റെ ഉമ്മാനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, എനിക്ക് സാധിച്ചു തരുമായിരുന്നു. ഈ സമയത്ത് വിഷമിക്കരുത് എന്ന് വഴി കാണുന്നൊരു മുഴുവൻ എന്നോട് പറയും. ഇപ്പൊ റേഡിയോയില് ശാസ്ത്രീയ സംഗീതം വെച്ചാ മാരിക്ക് ഉണ്ടാണ്ടിക്ക അവിടെ. ഞാൻ നോക്കട്ടെ. പിടിക്കണ കാര്യമൊന്നുമില്ല. അല്ലാ, എന്താപ്പ ചെയ്യാ? 1, 2 പറഞ്ഞപ്പോ കരച്ചിൽ തുടങ്ങി. അതെ, ഇനി അടുത്ത മാസം റേഷൻ കട വിമാനത്താവളം ആക്കാൻ പോവാ പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരരുത് കേട്ടോ. ഇതും കൂടി ഉള്ളോ ഈ റേഷൻ കടയുടെ പേരില്? ഇല്ല, അതാ ഈ പറഞ്ഞേ. അല്ലാ, തവക്കലത്തു അലല്ലാഹ്. കരച്ചില് 50,000 റുപ്യ എന്തായാലും 30 തരും. 50,000 ചോദിച്ചതേ തരുള്ളൂ കേട്ടോ. 30-40 കിട്ടും. കുറച്ച് കൂട്ടി ചോദിച്ചോണ്ടിരുന്നോ? പറയണ്ടെന്നാല് എന്റെ കരച്ചില് വെറുതെ